അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ ഇത്രയും പഠിച്ചത് കിതാബുൽ മീസാൻ ആയിരുന്നു. അത് അവസാനിച്ചു. ഇനി കിതാബുൽ അജ്നാസ്, അതായത് അജ്നാസ് സോറ, അജ്നാസുൽ കുബറ, ചെറിയ അജ്നാസും വലിയ അജ്നാസും, ഈ രണ്ട് കിതാബുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീസാൻ്റെ മുസന്നിഫിനെ പോലെ തന്നെയാണ് അജ്നാസിൻ്റെ മുസന്നിഫും അതേ ആളാണ്. അതായത് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതനാണ്. പിന്നീട് ഈ കിതാബിൻ്റെ മുഖവുര, അതായത് ഈ കിതാബ് എന്തിനാണ്, ഈ കിതാബ് കൊണ്ട് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, അത്തരത്തിലുള്ള ചെറിയൊരു സൂചനയാണ് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ആദ്യമായിട്ട് ഈ കിതാബിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇത്രയും പഠിച്ചത് സാധാരണ ഫഅല, ദറബ, കതബ പോലെയുള്ള ഫിഅലുകളാണ്. ഇതേ അർത്ഥത്തിൽ വരുന്ന വാക്കുകൾ, ഉദാഹരണത്തിന് ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നർത്ഥം. ഇനി ഒരു വസ്തുവിനെ മറ്റൊരു ഉദാഹരണം പറയാം. ഹസുന എന്ന് പറയുമ്പോൾ ഭംഗിയായി എന്നർത്ഥം. ഇനി ഒരാളെ ഭംഗിയാക്കി എന്നെങ്ങനെയാണ് പറയുക? അതുപോലെ തന്നെ സാല എന്ന് പറഞ്ഞാൽ നീങ്ങി എന്നർത്ഥം. അപ്പോൾ ഒരു വസ്തുവിനെ നീക്കിക്കളഞ്ഞു, ഒരു വസ്തു നീങ്ങി, ഒരു വസ്തുവിനെ നീക്കി, അതെങ്ങനെ പറയാം? നീങ്ങി എന്നുള്ളത് സാല എന്നാണ്, നീക്കി എന്നങ്ങനെ പറയാം. അതുപോലെ തന്നെ ഗാസ, അതായത് ഗൈന് ഗാസ, സഹായിച്ചു. ഗാസ സഹായിച്ചു, സഹായം തേടി എന്നെങ്ങനെയാണ് പറയുക? മനസ്സിലായ? അതായത് സഹായം തേടി എന്നങ്ങനെ പറയാം ഇസ്തഗാസ. അതായത് ഗാസ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്തു, അതിന് മുമ്പായിട്ടൊരു ഇസ്ത എന്ന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നീങ്ങി എന്ന് പറയുമ്പോൾ സാല, നീക്കി നാക്കുമ്പോൾ അസാല എന്നാക്കി. ഹസുന പറഞ്ഞാൽ ഭംഗിയായി, ഭംഗിയാക്കി ഹസന. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിയാലുകളിൽ നിന്നും ഇത്തരത്തിലുള്ള രൂപങ്ങളിലേക്ക്, ആ രൂപങ്ങൾ കൃത്യമാണ്. അതായത് നമുക്ക് തോന്നിയ പോലെ ആക്കാമെന്ന് പറ്റില്ല, മറിച്ച് 14 രൂപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിലാണ് എന്ത് ചെയ്യുക, പൊതുവേ വരാം. അപ്പോൾ നമ്മൾ ഈ പഠിച്ച സാധാരണ 3 ഹർഫുള്ള ഫഅല, ദറബ, കതബ, അതുപോലെ തന്നെ ഹസുന, കറുമ, ഈ ഫിയലുകൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ആ ഒരു മെത്തേഡിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിലുള്ള അർത്ഥങ്ങളിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ കിതാബ് കൊണ്ട് പഠിക്കുന്നത്. ഈ കിതാബിൽ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ, ഏതൊരു ഫിയാലും ഒന്നൊരിക്കൽ സുലാസി ആയിരിക്കും. സുലാസി പറഞ്ഞാൽ 3 ഹർഫുള്ളതായിരിക്കും. അതല്ലെങ്കിൽ റുബായി ആയിരിക്കും, 4 ഹർഫുള്ളതായിരിക്കും. അതായത് ഏതൊരു ഫിയാലും അടിസ്ഥാനപരമായിട്ട് 3 ഹർഫുള്ളതോ അതല്ലെങ്കിൽ 4 ഹർഫുള്ളതോ ആയിരിക്കും. നമ്മൾ ഇത്രയും പഠിച്ചത് 3 ഹർഫുള്ള ഫഅല, ദറബ, കതബ പോലത്തെ ഫിയാലുകളാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനോട് കൂടെ എന്ത് ചെയ്യും, ചില ഹർഫുകളെ കൂട്ടിക്കൊടുക്കുന്നു. അത് ചിലപ്പോൾ 1, 2, 3 ഒക്കെ ഹർഫുണ്ടാവും. ഉദാഹരണത്തിന് ഇസ്തഅമല, അതല്ലെങ്കിൽ ഇസ്തഗാസ. ശരിക്കും ഗാസ എന്ന് പറയുമ്പോൾ ഗൈന്, അലിഫ്, സ 3 ഹർഫുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ വേറെ 3 ഹർഫുകൾ വന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് 3 ഹർഫുള്ളൂ, പക്ഷെ അതിൻ്റെ കൂടെ എന്ത് ചെയ്താണ്, സായിദയായിട്ട്, പുറമെയായിട്ട് വേറെ 3 ഹർഫുകൾ വന്നതാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, സാല പോലെ ഒരു ഹർഫ് വരും. അതല്ലെങ്കിൽ ഹസുന, ഹസന. കണ്ടോ, ഒരു ഹർഫിന് ശബ്ദ കൊടുക്കുമ്പോൾ എന്താ അർത്ഥം, അവിടെ അതേപോലത്തെ 2 ഹർഫുകൾ ഉണ്ടായിരുന്നു, രണ്ടിനെയും കൂടി കൂട്ടിയതാണ്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞത് വ്യത്യാസമായിട്ട് അടിസ്ഥാനപരമായി 3 ഹർഫ് ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതേപോലെ പുറമേയുള്ള വേറെ ചില ഹർഫുകളൊക്കെ അതിൽ വരാറുണ്ട്. ഈ വേറെ വരുന്ന ഹർഫുകളെ അടിസ്ഥാനമാക്കിയിട്ടല്ല പറയുന്നത്, മറിച്ച് അടിസ്ഥാനപരമായിട്ട് എന്തായിരിക്കും, ഒരു ഫിയാലിൽ 3 ഹർഫായിരിക്കും, അതല്ലെങ്കിൽ 4 ഹർഫായിരിക്കും. 4 ഹർഫുള്ള ഫിയാലുകൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇത്രയായിട്ട് പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, ഈ കിതാബിൻ്റെ അവസാനമായിട്ട് അത് വരും. 4 ഹർഫുള്ള ഫിയാലുകൾ ഉദാഹരണം നമ്മൾ സൽസല സൂറത്ത് ഓതാറുണ്ടല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. സൽസല എന്നുള്ളതിൻ്റെ മജ്ഹൂലാണ് സുൽസില.
അപ്പോൾ ഈ സൽസല എന്നുള്ളത് എന്താണ്? അത് അടിസ്ഥാനപരമായി 4 ഹർഫുള്ള ഒരു ഫിയലാണ്. ഈ 4 ഹർഫുള്ള ഫീലിൻ്റെ കൂടെയും എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സായിദയായ ചില പദങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന് സൽസല എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു താ കൊടുക്കും. അപ്പോൾ എന്താവും? തസൽസല എന്നാകും. മനസ്സിലായല്ലോ? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഏതൊരു ഫിയാലും 3 ഹർഫോ അതല്ലെങ്കിൽ 4 ഹർഫോ ആയിരിക്കും. ഉദാഹരണത്തിന് ലൊറബ യൽരിബു. യൽരിബു എന്നുള്ളത് എത്ര ഹർഫാണ്? അടിസ്ഥാനപരമായിട്ട് 3 അതിന് പുറമെ എന്ത് ചെയ്തു? ഒരു യാ വന്നു. യാ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഇത് 3 അടിസ്ഥാനപരമായിട്ട് 3 ഹർഫാണ് എന്നുള്ള ആ ഒരു വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോഴും എന്താണ്? അടിസ്ഥാനപരമായിട്ട് 3 ഹർഫ് തന്നെയാണല്ലോ, അതിന് പുറമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ വിഷയമാണ് എന്ത് ചെയ്യുന്നത് ഈ കിതാബിൽ ആദ്യത്തിൽ പറയുന്നത്. പിന്നെ പറയുന്ന വിഷയം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ 3 ഹർഫുള്ള ഫിയലുകൾ, അതിൻ്റെ ചർച്ചയാണ് ആദ്യം പറയാം. ഈ 3 ഹർഫുള്ള ഫിയലുകളാണെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. മാലി എന്ത് ചെയ്തു? ഇപ്പോൾ ലൊറബ എന്ന് വന്നു. അപ്പം മുളാരി എങ്ങനെയാണ് വരേണ്ടത്? മാലിയിൽ 3 ഹർഫിന് ഫത്തഹാണ്. മുളാരിയിൽ അതെങ്ങനെയാണ് വരിക? യൽറബു എന്നാണ് വരിക, അതല്ല യൽരിബു എന്നാണ് വരിക. അതുപോലെ തന്നെ അലിമ എന്നുള്ളതിന് 3 ഹർഫിന് ഫത്തഹല്ല, രണ്ടാമത്തെ ഹർഫിന് കസറാണ്. അപ്പോൾ അതിൻ്റെ മുളാരി എങ്ങനെയാണ് വരിക? യഅലമു എന്നാണോ, അതല്ല യഅലിമു എന്നാണോ? അതുപോലെ തന്നെ അമില, അതുപോലെ തന്നെ ഹസുന, അതിൻ്റെ മുളാരി കണ്ട ഹസുന എന്നുള്ളതിന് രണ്ടാമത്തെ ഹർഫിന് ലൊമ്മാണ്. അപ്പോൾ അതിൻ്റെ മുളാരി എങ്ങനെയാണ് വരിക? യഹ്സനു എന്നാണോ, യഹ്സുനു എന്നാണോ, യഹ്സിനു എന്നാണോ? ആ ഒരു സംശയം ഉണ്ടാവും, നമുക്കുണ്ടാകും. അപ്പോൾ ആദ്യം ആ ഒരു വിഷയത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്ത് സൂചന നൽകുന്നുണ്ട്. അതായത് ഈ 3 ഹർഫുള്ള ഫിയലുകൾ, സുലാസിയായ ഫിയലുകൾ, സായിദയായ ഹർഫൊന്നും വരാത്ത കിട്ടാം. നേരത്തെ പറഞ്ഞ ഇസ്ത, അതുപോലെ തന്നെ തുടക്കത്തിൽ അംസ കൊടുത്തിട്ടുള്ള സായിദയായ ഹർഫുകളൊന്നും വരാത്ത ഒരു സാധാരണ 3 ഹർഫുള്ള ഫിയാല്, അത് സിമ്പിൾ കാര്യമാണ്. 3 പോയിൻ്റ് എന്ത് ചെയ്യുക നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത്, മാലി 3 ഹർഫും ഫത്തഹുള്ളതാണെങ്കിൽ, മാലി 3 ഹർഫും ഫത്തഹുള്ളതാണെങ്കിൽ അതിൻ്റെ മുളാരി എന്ത് ചെയ്യും? ഒരു പക്ഷേ 3 ഹർഫും ഫത്തഹായിരിക്കും. അതായത് അതിൻ്റെ മുളാരിയിൽ ഈ മൊത്തത്തിൽ നിങ്ങൾ മാലി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 5 രൂപത്തിലാണ്, മാലി 3 രൂപത്തിലാണ് വരിക. ഒന്ന് ഫഅല, ലൊറബ, കണ്ട 3 ഹർഫിന് ഫത്തഹായിട്ട്. രണ്ടാമത്തെ ഹർഫിന് കസ്റായിട്ട് അലിമ, അമില. മൂന്നാമത്തത് രണ്ടാമത്തെ ഹർഫിന് ലൊമ്മായിട്ട് ഹസുന, കറുമ. അപ്പോൾ ഈ 3 രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? മാലി വരുന്നത്. അപ്പോൾ ഇവിടെ മാറ്റം സംഭവിക്കുന്നത് രണ്ടാമത്തെ ഹർഫിനാണ്, അല്ലേ? രണ്ടാമത്തെ ഹർഫിനാണ് എന്ത് ചെയ്യുന്നത്? മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം എടുക്കുകയാണെന്ത്? ഫഅല, ലൊറബ, നസറ, കതബ. 3 ഹർഫിനും ഫത്തഹായിട്ടുള്ള ഒരു ഫീലിൽ എന്ത് ചെയ്തു? നമ്മൾ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുളാരി നമ്മൾ കണ്ടെത്താണ്. അതിൻ്റെ മുളാരിയെ കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഈ രണ്ടാമത്തെ ഹർഫ് അതിൽ വരുമ്പോൾ എന്തായിരിക്കും? ആ യാവും, മുളാരിയിലാകുമ്പോൾ യാവ് കൂടെ വരുമല്ലോ. ലൊറബ യൽരിബു, കതബ യക്തുബു. അപ്പോൾ ആ യാവ് കൂട്ടാതുള്ള ശരിക്കുള്ള രണ്ടാമത്തെ ഹർഫ് അതിനെന്ത് ചെയ്യും? ചില സമയത്ത് ഫത്തഹായിരിക്കും, ചില സമയത്ത് കസറായിരിക്കും, ചില സമയത്ത് ലൊമ്മായിരിക്കും. ഉദാഹരണം, ആദ്യം ഫത്തഹായതിന് ഫതഹ യഫ്തഹു, കണ്ട ഫതഹ രണ്ടാമത്തെ ഹർഫിന് ഫത്തഹാണ്. മുളാരിയിൽ എന്താണ്? രണ്ടാമത്തെ ഹർഫായ ആ താ ഉണ്ടല്ലോ, അതിന് ഫത്തഹ തന്നെയാണ്. ഇനി മാലി 3 ഹർഫും ഫത്തഹായിട്ട് മുളാരിയിൽ എന്ത് ചെയ്യാണ്? ആ രണ്ടാമത്തെ ഹർഫിന് ലൊമ്മ് വരുന്നത്. ഉദാഹരണം പറയാം, നസറ, കണ്ട മാലി 3 ഹർഫും ഫത്തഹാണ്. അതിൻ്റെ മുളാരി നോക്കി നോക്ക്, യൻസുറു, കണ്ട യൻസുറു രണ്ടാമത്തെ ഹർഫിന് എന്ത് ചെയ്തു? ലൊമ്മ് കിട്ടി. ഇനി മാലി 3 ഹർഫ് ഫത്തഹും മുളാരി രണ്ടാമത്തെ ഹർഫിന് കസ്ർ വരുന്നത് നോക്കിക്കോ. ഒന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ലൊറബ യൽരിബു, അല്ല ലൊറബ 3 ഹർഫിന് ഫത്തഹാണ്, രണ്ടാമത്തെ ഹർഫിന് ഫത്തഹല്ലേ. മുളാരിയിൽ വരുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ഹർഫിന് കസ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഒരു കാര്യം മനസ്സിലായി.
മാദി 3 ഹർഫും ഫത്തഹായിട്ട് ഫഅല ദറബൊക്കെ പോലെ വന്നാൽ അതിൻ്റെ മുളാരി എന്തായിരിക്കും? ഒരു പക്ഷേ ഫത്തഹായിരിക്കും, ഒരു പക്ഷേ കസറായിരിക്കും, ഒരു പക്ഷേ ലൊമ്മായിരിക്കും. ഈ 3 രൂപത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണ് വരാം. അത് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നമുക്കതിൻ്റെ ഒരു വാക്കുകളെ കുറിച്ച് അത്യാവശ്യം അറിയെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അത് നമ്മുടെ വായനാ പരിചയം അതിനെ ബേസിട്ട് വരുന്ന വിഷയമാണ്. ബാക്കിയുള്ള 2 വിഷയം നമുക്കതിൻ്റെ ഈ പഠിക്കുന്ന നിയമം കൊണ്ട് തന്നെ മനസ്സിലാകും. ഒന്നാമത്തെ വിഷയം പറഞ്ഞു. ഇനി രണ്ടാമത്തെ വിഷയം, അതായത് രണ്ടാമത്തെ ഹർഫിന് കസർ വരുന്നത് ഏതുപോലെ? അലിമ കണ്ട രണ്ടാമത്തെ ഹർഫിന് കസറല്ലേ. അതുപോലെ തന്നെ സമിഅ, അമില, അതിൻ്റെ മുളാരി എന്തായിരിക്കും? രണ്ടാമത്തെ ഹർഫിന് ഷുവറായിട്ടും ഫത്ഹായിരിക്കും. നോക്കിക്കോ, അലിമ യഅലമു, സമിഅ യസ്മഉ, അതുപോലെ തന്നെ അമില യഅമലു. മനസ്സിലായല്ലോ. മാലിയിൽ രണ്ടാമത്തെ ഹർഫിന് കസറാണെങ്കിൽ മുളാരിയിൽ എന്തായിരിക്കും? രണ്ടാമത്തെ ഹർഫിന് ഉറപ്പായിട്ടും ഫത്ഹായിരിക്കും. മനസ്സിലാക്കട്ടെ. ഇനി മൂന്നാമത്തത്, മാലിയുടെ രണ്ടാമത്തെ ഹർഫിന് ലൊമ്മ് ഏതുപോലെ? ഹസുന, കറുമ. അതിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? മുളാരി കൊണ്ടുവരാം. രണ്ടാമത്തെ ഹർഫിന് ലൊമ്മായിട്ട് കൊണ്ടുവരാം. ഹസുന യഹ്സുനു, അതുപോലെ തന്നെ കറുമ യക്റുമു, ഖറുബ യഖ്റുബു. മനസ്സിലായല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അത് കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടക്കം എന്ത് ചെയ്യുക? നമുക്കൊന്ന് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനിർ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഫസ്ലുൻ ഫി അജ്നാസിൽ അഫ്ആലി. അജ്നാസ് എന്ന് പറയുമ്പോൾ തന്നെ വർഗങ്ങൾ എന്നാണ്. ജിൻസ് എന്നുള്ളതിന് ബഹുവചനാണ് അജ്നാസ്. ഫസ്ലുൻ ഇതൊരു അധ്യായമാണ്. എന്തിനെ കുറിച്ചുള്ളത്? ഫി അജ്നാസിൽ അഫ്ആലി, വ്യത്യസ്തങ്ങളായ ഫിഅലിൻ്റെ വർഗങ്ങളെക്കുറിച്ചുള്ള ഒരധ്യായമാണ്. യഅലം നീ മനസ്സിലാക്കുക, യഅലം നീ മനസ്സിലാക്ക്. എന്ത്? അന്നൽ അഫ്ആല തീർച്ചയായും ഫിഅലുകൾ. അന്ന എന്നുള്ള പദം തീർച്ചയായും, നിശ്ചയം എന്നൊക്കെ അർത്ഥം നൽകുന്ന ഒരു പദമാണ്. നിശ്ചയമായും ഫിഅലുകൾ ഇമ്മാ സുലാസിയുൻ ഒന്നൊരിക്കൽ സുലാസിയാകും, വ ഇമ്മാ റുബായിയുൻ അതല്ലെങ്കിൽ ഒന്നൊരിക്കൽ റുബായിയാകും. ഇങ്ങനെ ഒന്നൊരിക്കൽ അതല്ലെങ്കിൽ ചിലപ്പോൾ എന്നർത്ഥത്തിന് വേണ്ടി വരുന്ന പദമാണ് ഇത് ഇമ്മ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായിട്ട് 3 ഹർഫുള്ള ഫിഅലും അടിസ്ഥാനപരമായിട്ട് 4 ഹർഫുള്ള ഫിഅലും. ഇതായിരിക്കും ഏതൊരു ഫിഅലും. ഇനി പറയാണ് വകുല്ലു വാഹിദിൻ മിൻഹുമ. മിൻഹുമ എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള, ഏതിൽ നിന്നുള്ള? ആദ്യം പറഞ്ഞ 2 എണ്ണം, അതായത് സുലാസി ആണെങ്കിലും റുബായി ആണെങ്കിലും അവകളിൽ നിന്നുള്ള ഏതൊന്നും, ഏതൊരു ഫിഅലും എന്തായിരിക്കും? ഇമ്മ മുജറദുൻ ഒന്നൊരിക്കൽ മുജറദായിരിക്കും. മുജറദ് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഹർഫുകൾ മാത്രമുള്ള ഫിഅലായിരിക്കും. ഏതുപോലെ? ഇപ്പോൾ ഹസുന എന്നുള്ളത് പോലെ അതിൽ സായതയായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ 4 ഹർഫുള്ള ഫിഅലാണെങ്കിൽ സൽസല, അതിൽ സായതയായിട്ട് എന്തില്ല? യാതൊന്നുമില്ല. അപ്പോൾ സായതയായിട്ടൊന്നും വരാത്തതിനാണ് എന്ത് ചെയ്യുക? നമ്മൾ മുജറദ് എന്ന് പറയാം. റുബായി ആണെങ്കിലും സുലാസി ആണെങ്കിലും അവകളിൽപ്പെട്ട ഏതൊരു ഫിഅലും എന്തായിരിക്കും? ഒന്നൊരിക്കൽ മുജറദായിരിക്കും, സായിദയായ ഹർഫുകളിൽ നിന്ന് ഒഴിവായി വന്നതായിരിക്കും. അതല്ലെങ്കിൽ മസീദും ഫീഹി സായിദയായ ഹർഫുകൾ ഉള്ളതായിരിക്കും. മനസ്സിലായല്ലോ. സുലാസിയായ അതല്ലെങ്കിൽ റുബായിയായ ഏതൊരു ഫിഅലും ഒന്നൊരിക്കൽ എന്തായിരിക്കും? അതിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഹർഫുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഹർഫുകൾക്ക് പുറമെ വേറെയും ചില ഹർഫുകൾ ഉള്ളതായിരിക്കും. ഈ 2 രൂപത്തിലേ എന്ത് ചെയ്യുള്ളൂ? ഫിഅലുകൾ വരുന്നുള്ളൂ. അടുത്തത്, ഇതിൽ ആദ്യം പറഞ്ഞത് സുലാസി അല്ലേ. അതുപോലെ തന്നെ സുലാസി ആണെങ്കിലും റുബായി ആണെങ്കിലും ഒന്നൊരിക്കൽ മുജറദാവും അല്ലേ. അപ്പോൾ ആദ്യം ഇത് ചർച്ച ചെയ്യുക എന്താണ്? ഈ സുലാസിയായ മുജറദായ ഫിഅലിനെ കുറിച്ചാണ്. മനസ്സിലായല്ലോ. അസുലാസിയുൽ മുജറദു, മുജറദായ സുലാസിയായ ഫിഅൽ, അതായത് സായിദയായ ഹർഫുകളൊന്നുമില്ലാത്ത അടിസ്ഥാനപരമായി 3 ഹർഫുകളുള്ള സുലാസിയായ ഫിഅൽ, അതാണ് ഒന്നാമത്തെ. വ അമ്മ സുലാസിയുൽ മുജറദു, അപ്പോൾ സുലാസി മുജറദായ ഫിഅലാകുന്നത് ഫഖംസതു അബ്വാബിൻ, അത് 5 ബാബുകളാണ്. സുലാസി മുജറദായ ഫിഅലുകൾ 5 ബാബുകളാണ്. മനസ്സിലായല്ലോ. ഒന്നാമത്തേത് ഫഅല യഫ്ഇലു, രണ്ടാമത്തേത്
അതായത് ലൊറബ എന്നൊരു പോലെ. ഫഅല യഫ്ഉലു ഏതുപോലെ, നസറ യൻസുറു എന്തുപോലെ. മൂന്നാമത്തേത് ഫഅല യഫ്അലു, അതായത് ഫതഹ യഫ്തഹു എന്നതുപോലെ. നാലാമത്തേത് ഫഇല യഫ്അലു, അതായത് അലിമ യഅലമു പോലെ. അഞ്ചാമത്തേത് ഫഉല യഫ്ഉലു ഏതുപോലെ, ഹസുന യഹ്സുനു പോലെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടോ, ഈ ഫഅല എന്നുള്ളതിന് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന്? ഇല്ല, ഫഅല എന്നുള്ളതിന് ഇങ്ങനൊന്നും ഉപയോഗിക്കില്ല. ഫഅല എന്നുള്ളതിന് ആകെ ഫഅല യഫ്അലു എന്നേ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫിഅല് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മനസ്സിൽ ഖായിദകൾ, ഈ നിയമങ്ങൾ കയറുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫഅല എന്നുള്ളതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ 5 ഇനങ്ങൾ എങ്ങനെയാണ് അതിന് സർഫ് വരുന്നത് എന്നൊക്കെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.